ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈം ആൻഡ് ചില്ലീസിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ്. അവൽ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ടേസ്റ്റുള്ള സ്നാക്സാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഡൗട്ട്സും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ പറയുകയും വേണം. വീഡിയോ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്താൽ മാത്രമേ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ എന്തായിട്ടും ലൈക്കും കമൻറ്റും ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുകൂടാതെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ അവൽ ഒരു 5 മിനിറ്റ് കുതിർത്ത് വയ്ക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വയ്ക്കണം. ഞാനിപ്പോൾ ഇവിടെ വെളുത്ത അവലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് അവൽ വേണമെങ്കിലും എടുക്കാം. ബ്രൗൺ കളറിലെ അവലാണെങ്കിൽ അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവലിവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് അത് നന്നായിട്ട് ഉടച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. അടുത്തതായി ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായി മുറിച്ചതും ഒരു പച്ചമുളക് ചെറുതായി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കണം. 1/4 കപ്പ് കടലമാവ് കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഈ കടലമാവിന് പകരം നിങ്ങൾക്ക് മൈദമാവോ ഗോതമ്പ് മാവോ അരിപ്പൊടിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ മാവ് കുറച്ച് കട്ടിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ 1/4 കപ്പിലെ പകുതി മാവേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് മാവ് കുഴച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോ 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചെറിയ ഒരു സവാള ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള കടലമാവ് കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ നമ്മളെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഈ മാവ് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം. കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ ഇത് അധികം കട്ടിയുള്ള ഷേപ്പ് ആക്കരുത്. നമ്മളിത് കുറേ ഓയിലല്ല പൊരിക്കാൻ പോകുന്നത്, ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കട്ടി കൂടിയാൽ ഉൾഭാഗം വേവാതെ ഉണ്ടാവും. അപ്പോൾ തിക്നെസ് കുറച്ചിട്ട് ഈ ഷേപ്പാക്കി എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റൗണ്ട് ഷേപ്പിൽ കട്ട്ലേറ്റ് ഒക്കെ പോലെ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചതുരം ഷേപ്പിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ എല്ലാം ഈ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ പൊരിച്ചെടുക്കാം. നന്നായി ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. പാനിൽ നേരിയ ലെവലിൽ മാത്രം ഓയിലാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതിവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്നും മാറ്റാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി 4 മണി പലഹാരം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.